ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഡ്രീം ടു പാഷൻ. അങ്ങനെ നമ്മളെ 2024 കഴിഞ്ഞുകൊണ്ട് നമ്മളെ 2025 കടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് നമ്മളെ ദുബായിലെ കേരളം എന്ന് പറയുന്നത് നമ്മളെ കരാമയിലാണ്. നമ്മളെ സമയം വന്നിട്ട് ഒരു 11:22 ആയിട്ടുള്ളൂ. അപ്പോൾ തന്നെ നമ്മളെ ഈ കരാമയുടെ സ്ട്രീറ്റുകളിലൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ജാഥയ്ക്ക് ആളുകൾ പോകുന്ന പോലെയാണ് നമ്മളെ കരാമ ഫ്രെയിമിൻ്റെ മുമ്പിലേക്ക് ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രയും റഷാണ്, റോഡുകൾ പോലും ബ്ലോക്ക് ആയിക്കൊണ്ട് ആളുകൾ നമ്മളെ കരാമ ഫ്രെയിമിൻ്റെ മുമ്പിലുള്ള ആ ഒരു ഫയർ വർക്ക്സ് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത്. യെസ്, അങ്ങനെ നമ്മളെ കരാമയിലെ ബുർജ് ഖലീഫിൻ്റെ ഒക്കെ ആ ഒരു വ്യൂ കാണുന്ന ആ ഒരു പോയിന്റിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ആൾക്കാർ തടിച്ചു കൂടിയിട്ട് തന്നെയാണുള്ളത്. അങ്ങനെ നമ്മളെ ദുബായിലെ കൊച്ചു കേരളത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് വെറും മലയാളികൾ മാത്രമാണ്. തൃശ്ശൂർ പൂരത്തിനെയും വെല്ലുന്ന ജനത്തിരക്കുമായി നമ്മളെ ദുബായ് കരാമിൽ നമ്മളെ കൊച്ചു കേരളം. നമ്മളെ ഈ ഒരു ഫയർ വർക്ക്സ് ആണ്. പായൊക്കെ റോഡിൽ വിരിച്ചുകൊണ്ടാണ് നമ്മളെ ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ആൾക്കാർ എത്തിയിരിക്കുന്നത്. പായയുമായി അതേസമയം കസേരയൊക്കെ ഇട്ടുകൊണ്ട് കസേരയിലേക്ക് ഇരുന്നുകൊണ്ട് നമ്മളെ ഈ ഒരു ഫ്രെയിമിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരു കാഴ്ചയൊക്കെയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി ജാഥക്കണക്കിനായിട്ടാണ് ആൾക്കാർ നമ്മളെ ദുബായ് ഫ്രെയിമും അതേപോലെ തന്നെ നമ്മളെ ദുബായ് ഫ്രെയിമിന്റെ നേരെ മുമ്പിൽ നോക്കിയാൽ കാണുന്ന നമ്മളെ ബുർജ് ഖലീഫയുടെ ഈ ഒരു ഫയർ വർക്ക്സും കാണാൻ വേണ്ടിയിട്ട് നമ്മളെ കരാമയിലേക്ക് ഇങ്ങനെ തിങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി ആൾക്കാർ നമ്മൾ നേരത്തെ കാണിച്ചപ്പോൾ തന്നെ പായ വിരിച്ചിട്ടും നമ്മളെ ഈ ഒരു റോഡിലൊക്കെ വന്നിട്ട് റോഡിൽ കിടന്നിട്ടൊക്കെയാണ് ഫോട്ടോന് വേണ്ടിയിട്ട് അവർ പോസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ സമയം വന്നിട്ട് ഇവിടെ 11:58 ഉണ്ട്. നമ്മളെ ബുർജ് ഖലീഫയുടെ മുകളിലെ ലൈറ്റുകളൊക്കെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ ബുർജ് ഖലീഫിന്റെ മുകളിലെ ലൈറ്റ്സ് ആണ് ഇവിടെ തെളിഞ്ഞു തുടങ്ങിയിട്ടുള്ളത്. അതേസമയം തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നമ്മളെ ദുബായ് ഫ്രെയിമിന്റെ മുകളില് ഒരു ഡ്രോൺ ഇങ്ങനെ അടുത്തേക്ക് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്കിവിടെ കാണാം. ബുർജ് ഖലീഫ ബുർജ് ഖലീഫയുടെ മുമ്പായിട്ട് നമ്മളെ ദുബായ് ഫ്രെയിമിന്റെ മുകളിലെ ഫയർ വർക്ക്സ് ആണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്.
പൊളി. ബുർജ് ഖലീഫിന്റെ മുമ്പ് ഏത് ഫയർ വർക്സ് നടന്നത്? ബുർജ് ഖലീഫിനെക്കാൾ മുമ്പ് ഏത് ഫയർ വർക്സ് ഉണ്ട്? ദുബായ് ഫ്രെയിം. 20 സെക്കൻഡ് ഇല്ല, 20 സെക്കൻഡ് മുമ്പേ സ്റ്റാർട്ട് ചെയ്ത്. അതാണ് അപ്പൊ നമ്മൾ വന്ന സ്ഥലം കറക്റ്റ് അല്ലേ? പക്ക. ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു ഫയർ വർക്സ്? പൊളി, വേറെ ലെവല്, സൂപ്പർ സൂപ്പർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ സ്റ്റിൽ നമ്മളെ ബുർജ് ഖലീഫിന്റെ മുകളിലുള്ള ഫയർ വർക്സ് അവിടെ ചെറുതായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ മൈന്യൂട്ടായിട്ട് ആ ഒരു നമ്മളെ ദുബായ് ഫ്രെയിമിന്റെ മുകളിലുള്ള ഫയർ വർക്സിന്റെ ആ ഒരു സ്മോക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വളരെ മൈന്യൂട്ടായിട്ട് മാത്രമേ നമ്മളെ ബുർജ് ഖലീഫിന്റെ മുകളിലെ ആ ഒരു ഫയർ വർക്സ് ഇപ്പൊ തെളിഞ്ഞ് കാണുന്നുള്ളൂ. എന്നാൽ 20 സെക്കൻഡ് മുമ്പേ നമ്മളെ ദുബായ് ഫ്രെയിമിന്റെ മുമ്പിലുള്ള ഫയർ വർക്സ് ആയിരുന്നു ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഫയർ വർക്സ് ഒക്കെ കഴിഞ്ഞ് ആൾക്കാരൊക്കെ നമ്മളെ റോഡുകളിൽ ഇങ്ങനെ ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു റോഡ് നമ്മളെ ദുബായ് ഫ്രെയിമിന്റെ നേരെ ഫ്രണ്ടിലുള്ള ഒരു മെയിൻ റോഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ റോഡുകളും പോലും ബ്ലോക്ക് ചെയ്തോണ്ടില്ല. 2025 ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ 2025. സ്റ്റിൽ നമ്മളെ ബുർജ് ഖലീഫിന്റെ മുകളിലെ ഫയർ വർക്സ് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടോ ബുർജ് ഖലീഫിന്റെ മുകളിലെ ഫയർ വർക്സ് ഇപ്പോഴും ചെറുതായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുകൊണ്ടോ ലാസ്റ്റ് വെടിക്കെട്ട് ബുർജ് ഖലീഫിന്റെ മുകളിൽ ലാസ്റ്റ് വെടിക്കെട്ട്. അതേ സമയം നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ് ഇത് നമ്മളെ ഓരോ സെറ്റോളം ടീംസ് വന്നിട്ട് ഫുൾ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ റോഡുകളിൽ ഇറങ്ങിക്കൊണ്ട് അട്ടാറ് ഡാൻസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.